ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അമ്മയുടെ ഭാഗവത്തായിട്ട് ഇപ്പം നിൽക്കുന്നത് മാത്രമല്ല, അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗം എന്ന നിലയിൽ ഇങ്ങനെ ഒരു ഗ്രേറ്റ് മൂവ്മെന്റ് ചെയ്യാൻ സാധിച്ചതിൽ അത് നമ്മള് നേരിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഫീലിങ്സും. കാരണം 11 ജില്ലകളിലായിട്ട് നമ്മൾ ഓരോരുത്തരെയും ഓരോ അമ്മമാരെയും സഹോദരികളെയൊക്കെ നമ്മൾ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അത് നമ്മളെ വേറൊരു തലത്തിലേക്കാണ് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വലിയ ഒരു ഗ്ലോബൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ സാധിച്ചതിൽ വളരെ പ്രൗഡ് ഉണ്ട്. ആൻഡ് ഓൾസോ ലൈക്ക് നമ്മുടെ IRI, നമ്മുടെ ഇന്ത്യൻ റേഡിയോളജിക്കൽ ആൻഡ് ഇമേജിംഗ് അസോസിയേഷൻ ആൻഡ് സ്വസ്തി ഫൗണ്ടേഷനും കൂടെ അമ്മയുടെ ഒപ്പം ചേർന്ന് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിലും ഇന്ന് ഈ സീരീസിൽ എനിക്ക് ഗസ്റ്റ് ആയിട്ട് വരാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഇവിടെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മളുടെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ പോലും അവരുടെ വാക്കുകളാണ് നേരെ എനിക്ക് പോലും ഒരുപാട് ഇൻഫ്ലുവൻസ് ആവുക ഒരുപക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആയിരിക്കും. കാരണം നമ്മളിപ്പം ഈ ഒരു അസുഖം എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള ഫാമിലീസിനും ഒക്കെ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾക്കും എങ്ങനെയാണ് പേഴ്സണലി അതിനെ കെയർ ചെയ്യേണ്ടത്, പ്രിവെന്റ് ചെയ്യേണ്ടത് എല്ലാം നമ്മളുടെ ഒരു അറിവനുസരിച്ചിട്ടിരിക്കണം. ഇപ്പൊ ഞാനിപ്പം കൂടുതലും ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു ഹോസ്പിറ്റലുകളിൽ പോയി തുടങ്ങിയപ്പം അവിടെ ചെയ്യുന്ന കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്ന ടെസ്റ്റുകളും അതിനോടനുബന്ധിച്ചിട്ട് നമ്മൾ കരുതേണ്ട കാര്യങ്ങളും ഒക്കെ പറയുമ്പം ഇത്രയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ നമുക്കൊരു വേദന വരുമ്പോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെയായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ എപ്പോഴും ഒരു പ്രിവെൻഷൻ നല്ലതാണ്. ഇപ്പൊ ഞാൻ ആദ്യത്തെ ദിവസം പോയപ്പോ തന്നെ ഇതൊരു മാറാ രോഗമല്ല, ഒരു മാറുന്ന രോഗമാണ് എന്നുള്ള വാചകം എന്റെ മനസ്സിൽ കയറി. അതായത് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇത് വളരെയധികം സുഖപ്രദമാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അമ്മമാര് തന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിലൊരാളാണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ പോലും നമ്മള് പിന്നെ ആവട്ടെ നമുക്ക് മറ്റുള്ളവർ സൗകര്യം ഒരുക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞ് കുറച്ച് പിൻവലിയുന്ന കൂട്ടത്തിലുള്ളതാണ് ഇപ്പൊ എന്റെ അമ്മയാണെങ്കിലൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ അമ്മ അസോസിയേഷനിലെ അമ്മമാരും അങ്ങനെ ഒരുപാട് പേരുണ്ട്. വേണോ വരണോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച്, പക്ഷെ നമുക്ക് അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുത്ത് അവരെ വരുത്തിച്ച സമയത്ത് അവര് ഭയങ്കര ബ്ലെസ്ഡ് ഫീലിംഗ് ആയിരുന്നു അവർക്കൊക്കെ നമുക്കിത് ആ സൗകര്യം ചെയ്തു കൊടുത്തപ്പം. അപ്പൊ നമ്മളെല്ലാരും ഒരു കരുതലായിട്ടിരിക്കണം എന്ന് തോന്നിയ നാളുകളാണ് ഇപ്പൊ എന്റെ ജീവിതത്തിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം ഇതെല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വാക്കുകൾ കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ഡോക്ടേഴ്സിനും ഇവിടെയുള്ള എല്ലാ അസോസിയേഷൻസിന്റെ ഭാഗവത്തായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഒരു വലിയ നന്ദിയും നമസ്കാരം അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ടൈം. താങ്ക് യു ദിവ്യ.